ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇപ്പോൾ ഇന്ന് നമുക്ക് ഒരു അടിപൊളി ഫ്രൈഡ് ചിക്കൻ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ നാട്ടിലായിരുന്നു, നമ്മുടെ ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോൾ അവിടെ ഇതുണ്ടാക്കുമായിരുന്നു. അപ്പോൾ കാൽഭാഗം ജോലിയൊക്കെ കഴിഞ്ഞിരുന്നു. ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി. പിന്നെ സവാള നമ്മൾ വഴറ്റി സമയം പോക്കുന്നതിന് പകരം സവാള സ്ലൈസാക്കിയതിന് ശേഷം സവാളയും ടൊമാറ്റോയും കൂടിയിട്ട് കുക്കറിലിട്ടിട്ട് ഒറ്റ വിസിലടിച്ചെടുത്തതാണ്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇനി നമുക്ക് നമ്മുടെ ഇതേപോലത്തെ ഉരുളിയിൽ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച സവാളയും തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് നന്നായി ഒരു 2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് കുരുമുളക് പൊടിയും ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയാൽ വളരെ എളുപ്പത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ ടേസ്റ്റും നല്ല സൂപ്പറായിരിക്കും. അപ്പോൾ ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുന്ന വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഇതിലേക്ക് നമ്മൾ ഇതൊന്ന് ലെവൽ ചെയ്തതിന് ശേഷം അപ്പോൾ ഇതിലേക്ക് ചോറിടുക. ഒന്ന് പോസാക്കാം. ചോറെല്ലാം ഇട്ടിട്ടുണ്ട്. പോസ് ചെയ്തിട്ട് ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ കുറച്ച് മേലെ കൂടി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പോസാക്കാം. നമ്മൾ ഫ്രൈഡ് ഒനിയനും മല്ലിയില്ലേ, കൊറിയാണ്ടർ ലീവ്സും മല്ലി ഇട്ടു. പിന്നെ ഗരം മസാലപ്പൊടിയുണ്ട് ഇതിൻ്റെ കൂടെ. നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ചതാണ്, എല്ലാം കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി അടച്ച് വെക്കാം. കുറച്ച് നമ്മൾ കനലെടുത്തിട്ട് മേലിട്ട് ഏതായാലും ഓക്കെ പോരാ. അതുകൊണ്ട് ഞാൻ എടുക്കുന്ന അടിയിൽ നിന്ന് ചെറുങ്ങനെ ഒന്ന് കത്തും. അടിയിൽ ചെറുങ്ങനെ കത്തിക്കുക. ഒരു 10 മിനിറ്റ്. ആരും അടുപ്പിൽ കലല്ല അടിയിൽ മേലെ ദമ്മ് ചെയ്യാൻ വെച്ചിട്ട് നല്ല വയലും കറിയാണ്. ഇനി ചോറ് നമ്മൾ എടുത്തിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ദമ്മ തുറന്നതിന് ശേഷം നമ്മൾ ചോറ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. നല്ല അടിപൊളി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല ഫ്ലേവറാണ് വരുന്നത്. അമേസിങ് ഫ്ലേവർ. അടിപൊളി തലശ്ശേരി ദം ബിരിയാണിക്ക് ഫ്ലേവർ. ഇപ്പോൾ അരിയൊക്കെ കണ്ടില്ല, ചോറൊക്കെ റൈസൊക്കെ ഒന്നിനോടൊന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. നല്ല സെപ്പറേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നിൽക്കുന്ന ആൾക്കാർ ബിരിയാണി തുറന്നു നോക്കുന്ന ബിരിയാണി തുറക്കുമ്പോഴുള്ള ആൾക്കൂട്ടം നോക്കിയാ വാ. മസാല അത് കുറച്ച് മസാല നമ്മൾ പ്ലേറ്റിലേക്ക് തരും. പിന്നെ നമ്മൾ ഇതിൻ്റെ മുകളിൽ റൈസ് കൊണ്ട് കവർ ചെയ്യും. പ്ലെയിൻ റൈസ് വെച്ചിട്ട് കവർ ചെയ്യും. അടിപൊളി തലശ്ശേരിയോ. നമ്മൾ ബിരിയാണി ഇവിടെ വിളമ്പി വെച്ചിട്ടുണ്ട്. സലാഡൊക്കെ ഇല്ല വയ്ക്കാം. ശരി, കുറച്ച് കിലോട്ട് വയ്ക്കാം. നമ്മളെ ചോദിക്കുകയാണ്. ആരാ മുഖമൊന്നും എടുക്കുന്നില്ല. നമ്മൾ ചിക്കൻ ഫ്രൈ ആണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഇഷ്ടപ്പെടുന്നു.